ബ്ലെസ്സിങ്സ്. വീണ്ടും ദൈവനാമത്തിൽ നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നാം തുടങ്ങിയിരിക്കുന്നത് ഒരു പുതിയ സീരീസ് ഓഫ് പഠനമാണ്. അത് ജീവിത പാഠങ്ങൾ എന്ന പേരിൽ നമ്മൾ ബൈബിളിൽ കാണുന്ന പല വ്യക്തികളുടെയും ജീവിതങ്ങൾ പരിശോധിച്ച് ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും എന്നതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ നിന്നാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. 12 ശിഷ്യന്മാരിൽ ഏതാണ്ട് 7 പേരെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിലേക്കായിട്ട് അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് മത്തായിയെക്കുറിച്ചാണ്. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മറ്റൊരു ശിഷ്യൻ തോമസിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ നമ്മൾക്ക് അറിയില്ലാത്ത എത്രയോ ശിഷ്യന്മാർ, 70 പേര്, 120 പേര്, അവരെല്ലാം സുവിശേഷം അറിയിച്ചു. പക്ഷെ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹം ഈ ഒരു അപ്പോസ്തലനോട് ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം യെരുശലേമിൽ നിന്ന് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു കോണിൽ, അതും നമ്മുടെ കേരളത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം അറിയിച്ച കർത്താവിൻ്റെ അപ്പോസ്തലനാണ് തോമസ്. തോമസിനെ കുറിച്ച് പലരും പറയും ഡൗട്ടിങ് തോമസ്, സംശയിക്കുന്ന തോമസ് എന്ന് പറയാറുണ്ട്. അതിന് ആധാരമായ വചനം യോഹന്നാൻ 20 നമുക്കറിയാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പല ശിഷ്യന്മാരും കണ്ടു. എന്നാൽ യേശു ആദ്യം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിൽക്കുമ്പോൾ റെസറക്റ്റഡ് ക്രൈസ്റ്റിനെ കാണുന്ന കൂട്ടത്തിൽ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറയുന്നു, ഗുരുവിനെ ഞങ്ങൾ കണ്ടു, കർത്താവിനെ ഞങ്ങൾ കണ്ടു. പക്ഷേ തോമസ് അത് വിശ്വസിക്കാനിടയായില്ല. തോമസ് പറഞ്ഞു, അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായി ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റ് ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കല്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അതിനുശേഷം യേശു 8-ാം ദിവസം, അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, യേശു വീണ്ടും ശിഷ്യന്മാർ കൂടിയിരിക്കുന്നവടുത്ത് പ്രത്യക്ഷനായി. നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ ആ ഒരു കൂട്ടത്തിൽപ്പെട്ടവരാണ്. കാണാതെ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മറ്റു പല സ്ഥലങ്ങളിൽ യേശു ശിഷ്യന്മാരെ റിബ്യൂക്ക് ചെയ്യുന്ന പോലെ, അവിശ്വാസത്തിന് ശാസിക്കുന്ന പോലെ അത്ര കഠിനമായൊന്നും തോമസിനെ ശാസിക്കുന്നതായിട്ട് കാണുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ സത്യം അറിയാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ അൺബിലീഫ്. നമ്മുടെ ക്വസ്റ്റ്യനിങ് കർത്താവിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവ് ഇതെങ്ങനെ സംഭവിച്ചു, അത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് നോട്ട് അൺബിലീഫ്. ഇഫ് ദ ക്വസ്റ്റ്യനിങ് ഈസ് നോട്ട് അൺബിലീഫ് വെൻ ഇറ്റ് സീക്സ് ട്രൂത്ത്, നമ്മൾ സത്യം അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. ദൈവത്തിൻ്റെ കണ്ണിൽ അത് നല്ലതാണ്. വാസ്തവത്തിൽ നമ്മൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി എന്തൊരു കാര്യം നമ്മൾ ക്ലാരിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിഷയത്തെക്കുറിച്ചാണോ ദൈവത്തോട് കൂടുതൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു ട്രൂത്ത്, കൂടുതൽ സത്യം അറിയാൻ, ആഴങ്ങൾ അറിയാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദൈവം അത് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് കൂടുതൽ ആ ഒരു വിഷയത്തിൽ കൂടുതൽ ഒരു റെവലേഷൻ, ഒരു ഡെപ്ത് നമുക്ക് കിട്ടുന്നതിന് ഇടയാക്കും. ദൈവം അതിനുള്ള പുതു വഴികളെ തുറക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സംശയം, ദൂതന്മാരെ കുറിച്ചാണ് സംശയം എന്ന് ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കർത്താവിനോട്, പരിശുദ്ധാത്മാവോട് ചോദിക്കുകയും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ഒക്കെ ചെയ്യും തോറും നമുക്ക് ആ മേഖലയിലുള്ള ഒരു റെവലേഷൻ നോളജ് ദൈവം കൂടുതൽ തുറന്നു തരും. നമുക്ക് അങ്ങനെയുള്ള ദൈവദാസന്മാരുമായിട്ട് കണക്ഷൻസ് വരും. നമുക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നമ്മുടെ കൈകളിലെത്തും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ദൂതന്മാരെ നമ്മൾ സ്വപ്നങ്ങളിലൊക്കെ കാണാൻ തുടങ്ങും. അങ്ങനെ പല രീതിയിൽ ദൈവം അതിനുള്ള വഴികൾ ദൈവം നമുക്ക് തുറന്നു തരും. മറ്റൊന്ന്, കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു തോമസ്. തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചതാണത്. ഞാൻ ആ വചനങ്ങൾ വായിക്കാം. അവിടെ കാണുന്നുണ്ട്,
അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോവുക എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോവുക എന്ന് പറഞ്ഞു. അവിടെ തോമസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാം. യേശു യഹൂദയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് എന്തും സംഭവിക്കാം. യേശുവിൻ്റെ ലൈഫ് വരെ ത്രട്ടൺ ചെയ്യാം. ലാസറിനെ ഉയർപ്പിക്കാനാണ് പോകുന്ന യഹൂദന്മാരൊക്കെ യേശുവിന് എതിരാണ്. ഇറ്റ്സ് എ ലൈഫ് ത്രട്ടണിങ് സിറ്റുവേഷൻ. നമ്മളെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ നമ്മൾ വാസ്തവത്തിൽ തയ്യാറാകില്ല. പക്ഷേ യേശു അങ്ങനെ പോകാൻ തയ്യാറായപ്പോൾ ദിദിമോസ് പറഞ്ഞു, മരിക്കേണ്ടതിന് നാം അവനോടുകൂടെ പോവുക. തോമസിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശുവിനോടുള്ള എത്ര ലോയലായിരുന്നു തോമസ് എന്ന്. തോമസിന്റെ ഒരു ബ്രേവ് ആറ്റിറ്റ്യൂഡ് എത്രമാത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, അറൗണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് എന്തെല്ലാം കഷ്ടം അനുഭവിച്ചായിരിക്കണം കേരളത്തിൽ വരെ എത്തിയത്. താൻ മരിക്കേണ്ടി വന്നാലും തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ സുവിശേഷം ഏതറ്റം വരെയും അറിയിക്കുമെന്നുള്ള തോമസിന്റെ തീരുമാനം. നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഹിം, അല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ, കേരളീയരായ, മലയാളികളായ നമ്മളൊക്കെ കേരളത്തിൽ അദ്ദേഹം വന്നു, ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കാനൊക്കെ ഇടയായെന്ന് നമുക്കറിയാം. നമ്മൾ ഒരിക്കൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തോമസിനെ കാണുമ്പോൾ വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഹിം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തോമസ് ഡൗട്ട്ഫുൾ എന്ന് മാത്രമല്ല, തോമസ് പല ക്വസ്റ്റ്യൻസും കർത്താവിനോട് ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ തന്നെ ഇറ്റ്സ് എ ലാസ്റ്റ് സപ്പർ ടൈം, ലാസ്റ്റ് അവറാണ്. അപ്പോൾ യേശു പറയാനുള്ള കാര്യമൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് പോയി ഒരു സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്ക് വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ തോമസ് പെട്ടെന്ന് കയറിയൊരു ചോദ്യം ചോദിക്കുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ക്വസ്റ്റിന് ഉത്തരമായി യേശു പറയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, മറ്റൊരു വഴിയില്ല. പലപ്പോഴും പല ആൾക്കാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, യേശു പല വഴികളിൽ, ദൈവത്തിലേക്കുള്ള പല വഴികൾ ഒരു വഴിയാണ്. പക്ഷെ യേശു ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് കറക്റ്റ് നോക്ക്. I am the way, the truth and the life. I am a way, a truth, a life എന്നല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്നത് ശരിയായിരുന്നു. കാരണം പല വഴികൾ ഒരു വഴിയാണ്. പക്ഷെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ പിതാവായ ദ ഗോഡ്, നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ അടുക്കൽ എത്താൻ ഒരൊറ്റ വഴിയേ ഈ ഭൂലോകത്തിലുള്ളൂ. ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ആകാശത്തിന് കീഴെ ഒറ്റ നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു തന്നെ അത് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി ഒരു വചനം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പാസ്റ്ററിനോട് ചോദിക്കുന്നത്, ഇതൊക്കെ ആ പാസ്റ്ററിനും സന്തോഷമാണ്, ദൈവത്തിനും ഇതെല്ലാം ഇഷ്ടമുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം നമുക്ക് ആ വചനത്തോടുള്ള ദാഹം, വചനം അറിയാനുള്ള ഒരു ദാഹം, ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളിൽ നിന്ന്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു പോയി, ഹി വാസ് നോട്ട് സിറ്റിംഗ് ഇൻ ഹിസ് കംഫർട്ട് സോൺ. ഒരു കംഫർട്ട് സോണിലിരുന്ന് തൻ്റെ ദേശത്ത് അല്ലെങ്കിൽ ആ ചുറ്റുപാടിരുന്ന് മാത്രം സുവിശേഷം പറഞ്ഞ ഒരു വ്യക്തിയല്ല. തൻ്റെ ജീവൻ പണയം വെച്ചു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടത്തിലൂടെ കടന്നു വന്ന ഒക്കെ. ഈ തോമസിൻ്റെ ഒത്തിരിയൊന്നും കഷ്ടത നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പൗലോസിൻ്റെ കഷ്ടതകളൊക്കെ പൗലോസ് തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ തോമസിൻ്റെ സുവിശേഷം പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മുടെ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഐ ഡോണ്ട് നോ ദ റീസൺ, ബട്ട് ഒത്തിരി കാര്യങ്ങളിൽ എത്രയോ കഷ്ടതയിലൂടെയും തോമസും പോയിട്ടുണ്ടാകണം, പൗലോസ് കടന്നു പോയതുപോലെ തന്നെ.
ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ജീവിതകഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഓരോ വ്യക്തികളെക്കുറിച്ചും ഇതിനു മുമ്പത്തുള്ള വീഡിയോസ് നിങ്ങൾ കാണണം. അവരെല്ലാം ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സകലതും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. അതിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതിനൊക്കെ അപ്പുറമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.